നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുശീല ഗോപാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി അനുസ്മരണ പ്രഭാഷണം നടത്തി. പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത കാലം അണ്ണൻ എന്നൊരാൾ താമസിക്കാൻ വരുന്നു എന്നത് മാത്രം അറിയാം. അങ്ങനെ താമസിക്കാൻ വന്ന ശേഷം കുറിപ്പടി തയ്യാറാക്കുന്നതും അതെവിടെ എത്തിക്കണം എന്നതിനെക്കുറിച്ചും പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനും സമയാസമയത്ത് ആഹാരം എത്തിച്ചു കൊടുക്കലും ചെയ്തുകൊണ്ട് സുശീലയും സഹോദരനും ദീർഘനാൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബീന എഴുതിയ പുസ്തകത്തിൽ സുശീല വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ് സ്റ്റാലിൻ എന്നും, എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു. പിന്നീട് സുശീലയെയും സഹോദരനെയും ഇരുത്തി സ്റ്റാലിൻ ആ രാജ്യത്തെ ജനങ്ങളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കിയതും മറ്റുമൊരു കഥയുടെ രൂപത്തിൽ AKG തന്നെ അവതരിപ്പിക്കുകയും അതെല്ലാം കേട്ടതിനു ശേഷം ആരാധന തിരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയതിനെക്കുറിച്ചുമെല്ലാം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ചെറിയ പ്രായത്തിൽ തുടങ്ങിയ ബന്ധം പിന്നീട് വേർപിരിയാൻ പറ്റാത്ത വിധത്തിൽ എത്തി. സുശീലയുടെയും AKGയുടെയും വിവാഹം അക്കാലത്ത് ഒരു അത്ഭുതമായിരുന്നു. സുശീലയുടെ വീട്ടുകാർക്ക് വിവാഹം ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും അത് നടന്നേ മതിയാവൂ എന്ന വാശിയിൽ അന്ന് 3:30 മണിക്ക് വിവാഹം തീരുമാനിക്കുകയും മറ്റൊരു സമരത്തിൽ പങ്കെടുത്ത് AKG 5 മണിക്ക് വൈകിയെത്തുകയും സുഹൃത്തുക്കൾ നൽകിയ രക്തഹാരം അണിച്ച് സുശീലയെ സഹധർമ്മിണിയാക്കുകയും ചെയ്തു. ഉദ്ഘാടന ശേഷം നടത്തിയ പ്രഭാഷണത്തിൽ സൂസൻ കോടി അനുസ്മരിച്ചു. സ്റ്റാലിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. സ്റ്റാലിൻ ആരാണ് അല്ലെങ്കിൽ സ്റ്റാലിന്റെ സ്വഭാവം എന്താണെന്ന് സുശീല അറിയില്ല, ചെറുപ്പമാണ്. പക്ഷെ സ്റ്റാലിൻ ആണ് ഒരു ആരാധനാമൂർത്തിയായി സുശീല കണ്ടിരുന്നെങ്കിൽ ഈ കഥകളും ചരിത്രവും എല്ലാം കേൾക്കുവാനും പഠിക്കുവാനും എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ത്വര സുശീല ഉള്ളത് കൊണ്ട് തന്നെ ഈ 2 കുട്ടികളെയും ഇരുത്തി AKG, അണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന AKG അല്ലേ, AKG തന്നെ ഈ സ്റ്റാലിൻ എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ രാജ്യത്ത് ചെയ്തത്, എത്ര നിഷ്ഠൂരമായിട്ടാണ് അവിടെ ജനങ്ങളെ കൊന്നൊടുക്കിയത്, ഇതെല്ലാം ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുകയും അതെല്ലാം കേട്ട പശ്ചാത്തലത്തിൽ അതെല്ലാം കേട്ടതിന് ശേഷം ആ ധാരണ തിരുത്തുന്നതിനാവശ്യമുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തതിനെ സംബന്ധിച്ചെല്ലാം അതിൽ പറയുന്നു. ജില്ലാ പ്രസിഡന്റ് KPV പ്രീത അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MV സരള, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K ശോഭ, TT റംല, R അജിത, TK സുലേഖ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി PK ശ്യാമള സ്വാഗതം പറഞ്ഞു.